പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ മാസം നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. നമ്മളെല്ലാ മാസവും ഒരു പുസ്തകമൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ പുസ്തകം നേരത്തെ ഇംഗ്ലീഷിൽ കുറേ നാൾ മുമ്പ് എനിക്ക് സെമിനാരി പഠിക്കുന്ന സമയത്ത് എങ്ങാണ്ടോ വായിച്ചതാണ്. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇവിടെ അടുത്തൊരു ധ്യാനകേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ കണ്ടപ്പോൾ ഒരു കൊതി കൊണ്ടങ്ങ് വായിച്ചതാണ്. അപ്പം ഈ പുസ്തകം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി പേര് വായിച്ചിട്ടുള്ളതായിരിക്കും. ഒരുപാട് പ്രത്യേകിച്ച് നിങ്ങൾ ശുശ്രൂഷ മേഖലയിലൊക്കെ നിൽക്കുന്നവർ, ഇതിപ്പോൾ കേൾക്കുന്നതിൽ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, സന്യസ്ത ജീവിതത്തിലൊക്കെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ, സൗഹൃദങ്ങളിൽ, ബന്ധുക്കളിലൊക്കെ പിന്നെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഈശോയുടെ ദൈവവിളി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് കർത്താവിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിനും ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് കൊടുക്കാൻ, ഒരു പുസ്തകമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മേടിച്ച് കൊടുക്കേണ്ട ഒരു പുസ്തകമാണ്. ചോദിച്ചിട്ട് മേടിച്ച് കൊടുക്കണം. മിക്കവാറും സിസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും കൈ കാണും. ആഭ്യന്തര ഹർമ്മ്യം. നിങ്ങൾക്കിത് പുസ്തകം കാണാമെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ അമ്മത്രേസ്യ, ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെ എൻ്റെ അമ്മോ, ഇത് നമുക്ക് വാക്കുകൾ വർണ്ണിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് വായിച്ച് വി ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്. ചുമ്മാ ഈശോയുമായിട്ട്, ചുമ്മാ സ്നേഹം എന്നല്ല, ലിറ്ററലി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക് പ്രണയത്തിലായിപ്പോവും. ഇതിൻ്റെ ഒരു പകുതി കഴിഞ്ഞിട്ട് ആവിലായിലെ അമ്മത്രേസ്യ ഉത്തമഗീത പുസ്തകം മുഴുവനും കൂടെ അങ്ങ് വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും കണ്ണ് നിറഞ്ഞൊഴുകിപ്പോവും. ദൈവമേ, ഇങ്ങനെ ഡോക്ടർ ഓഫ് ദ ചർച്ചാണ്, വേദപാരംഗതയാണ്, നമുക്കറിയാലോ. ആവിലായിലെ അമ്മത്രേസ്യ, നിങ്ങൾ മാഹിപ്പള്ളിയൊക്കെ കേട്ടിട്ടുണ്ടോ? മലബാറിലെ മാഹിയിലെ അമ്മത്രേസ്യയുടെ. ഞാനൊക്കെ കുഞ്ഞിൽ അവിടെ പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ആവിലായിലെ അമ്മ മാതാവാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ആവിലായിലെ അമ്മത്രേസ്യയെക്കുറിച്ച് നന്ന അറിയത്തില്ലാത്തതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായിട്ടും കിട്ടുകയാണെങ്കിൽ വായിക്കണം. ഞാൻ പുസ്തകം ഒന്നും പ്രൊമോട്ട് ചെയ്യുകയല്ല കേട്ടോ, പക്ഷേ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിലൊക്കെ ഇങ്ങനെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ. അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്ന, ഇതിനകത്ത് ഒരു കുഞ്ഞു കാര്യം നിങ്ങളൊന്ന്, ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്നെ ഒത്തിരി ആകർഷിച്ചത് ഞാൻ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുക. ശരിക്കും ഈ ഒരു സന്യസ്ത സഭയ്ക്ക് വേണ്ടി ഒരു റൂള്, ഇങ്ങനത്തെ ഒരു പുസ്തകമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് സഭാധികാരികളെ ഏൽപ്പിച്ചപ്പം ഈ അമ്മത്രേസ്യ തനിക്കുള്ള കുറവുകൾ, തനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിനേക്കാൾ വിഷമം പിടിച്ച പല കാര്യങ്ങളും നിർവഹിക്കാൻ എന്നെ സഹായിച്ച അവിടുന്ന് ഇതിലും എനിക്ക് തുണയായിരിക്കട്ടെ. നമുക്ക് ഒരു വലിയ പുസ്തകം എഴുതുക, വലിയ റൂള്, പിന്നീട് ചരിത്രം മുഴുവൻ ഇല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഓർമ്മിപ്പിക്കപ്പെടാൻ പോകുന്ന 2026 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം എഴുതി വെക്കുമ്പോൾ, ഇല്ലെങ്കിൽ അതിൻ്റെ ലേഖനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ, ഉത്തമഗീതത്തെക്കുറിച്ചുള്ള ടീച്ചിങ്സ് ഒക്കെ എഴുതുമ്പോൾ അമ്മത്രേസ്യയ്ക്ക് അറിയാം ദിസ് ഈസ് നോട്ട് എ ഈസി തിങ്. ഇത് എളുപ്പമല്ല. മാനുഷികമായ ഒത്തിരി കുറവുകളുണ്ട്, ബുദ്ധിയുടെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിക്കാനുള്ള കൃപകളുടെ കുറവുകൾ ഉണ്ടാകാം. എല്ലാ ഡിഫിക്കൽട്ടീസും മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മത്രേസ്യ പറയുന്ന ഒരു കാര്യമാണ്, ഇതിനേക്കാൾ വൈഷമ്യമേറിയ, വിഷമം പിടിച്ച പല കാര്യങ്ങളും നിർവഹിക്കാൻ എന്നെ സഹായിച്ച അവിടുന്ന് ഇതിലും എനിക്ക് തുണയായിരിക്കട്ടെ. എന്തൊരു ബ്യൂട്ടിഫുൾ പ്രെയർ എന്ന് നോക്കിയേ. എന്നെ ഇതിലും വലിയ വിഷമമുള്ള സാഹചര്യത്തിലും എന്നെ സഹായിച്ച കർത്താവ് ഇതിലും എന്നെ സഹായിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമുക്കത് നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുമ്പിലൊരു ടാസ്ക്, ഇതിനു മുമ്പ് ഈശോ സഹായിച്ചിട്ടുണ്ട്. മുമ്പിലൊരു പരീക്ഷ, ഇതിനു മുമ്പ് ഈശോ സഹായിച്ചിട്ടുണ്ട്. നാളെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്, അവർക്ക് ഇതിനു മുമ്പ് ഈശോ സഹായിച്ചിട്ടുണ്ട്. അമ്മത്രേസ്യയെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം, ഇതിലും കർത്താവ് എനിക്ക് തുണയായിരിക്കട്ടെ, അവിടുത്തെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇത്ര വിഷമമേറിയതിലും മുമ്പിൽ എന്നെ കർത്താവ് സഹായിച്ചിട്ടുണ്ട്, ഇനി സഹായിക്കുക. ആ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, അവിടുന്ന് എനിക്ക് തുണയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഴുവൻ വായിച്ച് കേൾപ്പിക്കണം എന്നുണ്ട്. നമുക്ക് ഗുഡ് നൈറ്റ് ടോക്ക് ഏർലി മോർണിംഗ് ആയിപ്പോൾ, അതുകൊണ്ട് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ പുസ്തകം വായിച്ചോ. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ ഒരു 69 കൊട്ടേഷൻസാണ്, കോട്ട്സാണ്. സുഹൃത സൂക്തികൾ, ആവിലായിലെ അമ്മത്രേസ്യ പറഞ്ഞ സുഹൃത സൂക്തികളാണ്. ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാനിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 10ാമത്തെ ഒരു കോട്ടിങ്ങനെയാണ്: സംസാരിക്കുന്നതിന് മുമ്പ് വേണ്ടവണ്ണം ആലോചിക്കുകയും കർത്താവിൻ്റെ അഭീഷ്ടത്തെ സമ്പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യുക, എന്നാൽ അവിടത്തേക്ക് അതൃപ്തി ഉള്ളതൊന്നും പറയാതിരിക്കുക. അതായത് എന്ത് സംസാരിക്കുന്നതിന് മുമ്പും എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും കർത്താവിനോട് ആലോചന വയ്ക്കുക, കർത്താവെ നിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് കർത്താവിന് ഇഷ്ടമില്ലാത്തതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുക. വേറൊരു കാര്യം, 30ാമത്തെ ഒരു കോട്ടിങ്ങനെയാണ്: ഓരോ ദിവസവും 50 പ്രാവശ്യം ദൈവത്തിന് ആത്മാർപ്പണം നടത്തുക. ഓരോ ദിവസവും 50 പ്രാവശ്യം ഈശോയ്ക്ക് ആത്മാർപ്പണം നടത്തുക. ഈശോയെ, ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെ 50 പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുക. നിങ്ങൾക്കത് ചെയ്യാമോ? നാളെ എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കും ഇതെന്നെ പ്രാർത്ഥനയാന്നൊക്കെ. ആവിലായിലെ അമ്മത്രേസ്യനൊക്കെ വിശുദ്ധ ആവിലായിലെ അമ്മത്രേസ്യ ആക്കിയ പ്രാർത്ഥനകളാണ്.
ഒരു ദിവസം 50 തവണ സെൽഫ് സറണ്ടർ നടത്തുക. ഈശോയെ ഐ സറണ്ടർ, എനിക്ക് പഠിക്കാൻ ഇത്രേ പറ്റുന്നുള്ളൂ ഈശോയെ ഐ സറണ്ടർ. ഇങ്ങനെ ഒരു പ്രലോഭനം വരുന്നുണ്ട് ഈശോയെ ഐ സറണ്ടർ. ഈശോയെ എനിക്ക് ഈ ഒരു സ്ഥലത്തോട്ട് പോകേണ്ടതുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈശോ ഈ ടാർഗറ്റ് ഇന്ന് മീറ്റ് ചെയ്യാനുണ്ട്, എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഈശോയെ ഐ സറണ്ടർ. ഇനി ആത്മീയ കാര്യങ്ങളൊക്കെ ഈശോ എനിക്ക് പഴയ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഐ സറണ്ടർ. ഈശോ എനിക്ക് കുമ്പസാരത്തിന് പോകാൻ പറ്റില്ല ഈശോയെ ഐ സറണ്ടർ. ഇങ്ങനെ ശരിക്കൊരു അമ്മ കുഞ്ഞും തമ്മിലുള്ള, ഒരു മകനും അപ്പനും തമ്മിലുള്ള ബന്ധത്തിൽ ഈശോയുമായിട്ട് അങ്ങനെ അടുക്കണം. കാരണം അമ്മത്രേസ്യൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരിക, നമ്മുടെ ഒരു ഉള്ളുവശത്തിൽ ഈശോയെ അങ്ങ് നിറയ്ക്കുക, ഈശോയുമായിട്ടൊരു പ്രണയബന്ധത്തിലായിത്തീരുക എന്നാണ് അമ്മത്രേസ്യ പറയുക. വായിക്കണം കേട്ടോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ സഹായിച്ച കർത്താവ് ഇനിയും ഈ കാര്യത്തിലും നിങ്ങൾക്ക് തുണയായിരിക്കും. അവനിൽ ശരണം വയ്ക്കുക. നാളെ ഒരു 50 പ്രാവശ്യം ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ ഞാൻ അങ്ങേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഐ സറണ്ടർ ടോട്ടലി. ഈശോയെ ശരണപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വിശുദ്ധ അമ്മത്രേസ്യയുടെ മധ്യസ്ഥം നമ്മുടെ ഈ ശുശ്രൂഷയെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.